എല്ലാവർക്കും നമസ്കാരം. ഹൃദയനിർഭരം ധ്യാനത്തിന്റെ ഈ 63-ാം എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. ഈ പരിപാടി നമുക്കായി അവതരിപ്പിക്കുന്നത് കേരള ഹാർട്ട്ഫുൾനെസ് റീജിയണൽ ഫെസിലിറ്റേറ്ററായ ശ്രീ കെ മോഹൻ. സ്വാഗതം മോഹനേട്ട. നമസ്തേ ഡോക്ടർ ഇന്ദു. ഈ പരിപാടിയിൽ പതിവ് പോലെ 2 പ്രധാന ഭാഗങ്ങളാണുള്ളത്. ആദ്യം ഒരു ചോദ്യോത്തരവേള, അതിനുശേഷം 9 മണി മുതൽ ഓഫ്ലൈനായി സത്സംഗം 9 മണി മുതൽ 9:15 വരെ സാർവലവി പ്രാർത്ഥന. അപ്പോൾ നമ്മളൊരു സെൻറ്ററിങ് ചെയ്തതിനു ശേഷം പരിപാടിയിലേക്ക് കടക്കാം. ഓക്കെ. മൃദുവായി കണ്ണുകൾ അടയ്ക്കുക. നമ്മുടെ ഹൃദയത്തിലുള്ള ദിവ്യ സാന്നിധ്യവുമായി സ്നേഹപൂർവം നമുക്ക് കണക്റ്റ് ചെയ്യാം. ഇനി ഈ ഒത്തുചേരലിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഹൃദയവുമായി സ്നേഹപൂർവം നമുക്ക് കണക്റ്റ് ചെയ്യാം. പരസ്പരം കണക്റ്റ് ചെയ്തിരിക്കുന്ന ഹൃദയനിർഭരമായ ഈ അവസ്ഥയിൽ നമുക്ക് ഒരു പ്രാർത്ഥന ചെയ്യാം. നമ്മുടെ ഈ ഒത്തുചേരൽ എല്ലാവരുടെയും സമഗ്രമായ പുരോഗതിക്ക് അനുയോജ്യമാവട്ടെ എന്ന സങ്കല്പത്തിൽ പ്രാർത്ഥനാ നിർഭരമായി 2 മിനിറ്റ് നമുക്ക് ഇരിക്കാം. ഓക്കെ. നന്ദി മോഹനേട്ട. ഇനി ഈ ആഴ്ചയിലെ ചോദ്യവും നമ്മുടെ ഹാർട്ട്ഫുൾനെസ് വേ ബുക്ക് 2 സീരീസിന്റെ തുടർച്ച തന്നെയാണ്. അതായത് ഇപ്പോൾ ദാജി പല സ്പീച്ചുകളിലും സമാധി എന്ന പദം പലപ്പോഴും ഉപയോഗിക്കാറുണ്ടല്ലോ. നമ്മളായാലും അഭ്യാസികളായാലും സംസാരിക്കുമ്പോൾ സമാധി, അത് മാത്രമല്ല ഇപ്പോൾ അഷ്ടാംഗ യോഗയിലായാലും ധ്യാനം, സമാധി, ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന വാക്കാണ് സമാധി. അപ്പോൾ ഈ സമാധിയുടെ അതായത് അതൊരു ഒരു പ്രത്യേക അവസ്ഥയാണോ, അല്ലെങ്കിൽ അതിന് വ്യത്യസ്ത തലങ്ങളുണ്ടോ? ഈ ഹാർട്ട്ഫുൾനെസ് വേ ബുക്ക് 2 അടിസ്ഥാനത്തിൽ അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കണം. വെൽ, ഈ സമാധി എന്നുള്ള വിഷയം എല്ലാവർക്കും താല്പര്യമുള്ള വിഷയമായിരിക്കും. പലപ്പോഴും പല ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് സമാധി എന്നുള്ളത്. സമാധി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ബോധത്തിൻ്റെ സമനില, സൃഷ്ടിക്ക് മുമ്പുണ്ടായിരുന്ന സന്തുലിതാവസ്ഥ, ബാലൻസ് സ്റ്റേറ്റ് എന്നാണ് ആ വാക്കിനർത്ഥം. ഇത് പതഞ്ജലി മഹർഷി അദ്ദേഹത്തിൻ്റെ യോഗസൂത്രങ്ങൾ, അതിൻ്റെ ആദ്യത്തെ അധ്യായം തന്നെ സമാധിപാദം എന്നാണ്. അതായത് നമ്മൾ ധ്യാനത്തിലൂടെ കടന്നു പോകുന്ന വ്യത്യസ്തമായ സമാധി അവസ്ഥകളെക്കുറിച്ച് ഒരു ശാസ്ത്രജ്ഞൻ്റെ രൂപത്തിലാണ് അദ്ദേഹം നമ്മളോട് പറയുന്നത്. ഇപ്പോൾ 8 തരം സമാധി അവസ്ഥകളെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. അത് നമ്മൾ ഏകദേശം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഹാർട്ട്ഫുൾനെസ്സിലേക്ക് വരുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കും. ആദ്യം അദ്ദേഹം പറയുന്നത് സമാധി അവസ്ഥകളെ മൊത്തത്തിൽ 2ആയിട്ട് അദ്ദേഹം തിരിക്കും. സബീജ സമാധി, നിർബീജ സമാധി. വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം സബീജം എന്ന് വെച്ചാൽ ബീജത്തോട് കൂടിയത്. ഇവിടെ ബീജം എന്ന് വെച്ചാൽ സംസ്കാരത്തിൻ്റെ വിത്തുകൾ.
അപ്പോൾ സംസ്കാരത്തിൻ്റെ വിത്തുകളുണ്ട്, അതോടുകൂടി സമാധി അല്ലെങ്കിൽ ബോധത്തിൻ്റെ സമനിലയും കൂടി നേടുന്ന അവസ്ഥ, അതാണ് സബീജ സമാധി. അപ്പോൾ നിർബീജ സമാധി എന്ന് പറഞ്ഞാലോ ബീജം ഇല്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ സംസ്കാരങ്ങളുടെ വിത്ത് ഒന്നുമില്ലാത്ത അവസ്ഥ, അതിലൂടെ ബോധത്തിൻ്റെ സന്തുലിതാവസ്ഥയിലേക്ക് പ്രവേശിക്കുന്ന നിർബീജ സമാധി. അങ്ങനെ രണ്ടായിട്ട് അതിനെ ആദ്യം അദ്ദേഹം വേർതിരിച്ചു. ഇനി സബീജ സമാധിയെ അദ്ദേഹം 6 തരത്തിൽ പറയും. അത് ഓർത്തിരിക്കാൻ എളുപ്പത്തിന് 3 വാക്ക് നമ്മൾ ഓർത്തിരുന്നാൽ മതി. തർക്കം, വിചാരം, വികല്പം. ഈ 3 വാക്ക് ഓർത്തിരുന്ന ഈ 6 രീതിയിലുള്ള സമാധിയും നമുക്ക് മനസ്സിലാക്കാം. അതായത് തർക്കം എന്ന് പറഞ്ഞാൽ സവിതർക്കം, നിർവിതർക്കം രണ്ടെണ്ണം. വിചാരം എന്ന് പറഞ്ഞാൽ സവിചാരം, നിർവിചാരം. വികല്പത്തിൽ സവികല്പം, നിർവികല്പം. അങ്ങനെയാണ് 6 രീതി. ഇത് ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് പുരോഗമിക്കുന്ന രീതിയിലാണ്. ഉദാഹരണത്തിന് തർക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥൂലമായ ഒരു കാര്യത്തെ കാണുന്നു, അതിൻ്റെ സൂക്ഷ്മമായ കാരണത്തെ അന്വേഷിക്കുന്നതിനെയാണ് നമ്മൾ തർക്കം എന്ന് പറയുന്നത്. നമ്മൾ തർക്കിക്കുക എന്ന് പറയില്ലേ. അതായത് കാര്യം നമ്മൾ കാണുന്നു, കാരണം കാണുന്നില്ല, അപ്പോൾ നമുക്ക് അസ്വസ്ഥത. അത് കഴിഞ്ഞ് നമ്മൾ അന്വേഷിച്ച് അതിൻ്റെ കാരണം കണ്ടെത്തി, അപ്പോൾ നമുക്ക് സമാധാനം. അതിനെയാണ് സമാധി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് സവിതർക്ക സമാധി. അതായത് തർക്കത്തിലൂടെ കാര്യത്തിൻ്റെ കാരണം കണ്ടുപിടിച്ചു, അപ്പോൾ നമുക്ക് ബോധത്തിൻ്റെ ഒരു സമനില, സവിതർക്കം. ഉദാഹരണത്തിന് രാമായണം നോക്കിക്കഴിഞ്ഞാൽ സീതാദേവി ശ്രീരാമനും ലക്ഷ്മണൻ്റെയും കൂടെ ആണ്. 2 സെക്യൂരിറ്റിമാരുണ്ട്. ഒരാൾ അവതാര പുരുഷനാണ് ശ്രീരാമൻ, ലക്ഷ്മണൻ എന്ന് പറഞ്ഞ അനന്തനാണ്. ഇത്ര 2 മഹത് വ്യക്തികൾ കൂടെ ഉള്ളപ്പോൾ രാവണൻ എന്നുള്ള രാക്ഷസൻ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയി. താൽക്കാലികമായിട്ട് ശ്രീരാമനെയും ലക്ഷ്മണനെയും അവിടെ നിന്ന് മാറ്റി സീതയെ തട്ടിക്കൊണ്ടുപോയി. ഇത് വായിക്കുന്ന ആൾക്ക് തോന്നുന്നു അവതാര പുരുഷൻ കൂടെ ഉള്ളപ്പോൾ എങ്ങനെ ഇത് സംഭവിച്ചു? അത് വാത്മീകി അത്ര ശ്രദ്ധിക്കാണ്ട് എഴുതിയതാണോ അതോ? അതിൻ്റെ അടുത്ത് തന്നെ അതിൻ്റെ ഉത്തരം പറയുന്നുണ്ട്. അതിന് കാരണം വൃന്ദയുടെ ശാപമാണ്. വൃന്ദയുടെ ഭർത്താവ് ജലന്ധർ എന്ന് പറയുന്ന ഒരു രാക്ഷസനാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന ഹോബി എന്ന് പറയുന്നത് മഹർഷിമാരുടെ പർണാശ്രമങ്ങൾക്ക് തീയിടുക, നശിപ്പിക്കുക, അവരെ കൊല്ലുക. ഇതൊക്കെയാണ് ഈ രാക്ഷസന്റെ വിനോദങ്ങൾ. അപ്പോൾ ബാക്കി വന്ന മഹർഷിമാരൊക്കെ കൂടി മഹാവിഷ്ണുവിൻ്റെ അടുത്ത് പോയി സങ്കടം പറയണം. ഈ ജലന്ധർ എന്നുള്ള രാക്ഷസനെ കൊണ്ട് ഞങ്ങൾക്ക് ധ്യാനം ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അങ്ങ് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് പറയും. അപ്പോൾ മഹാവിഷ്ണു പറയും, ജലന്ധറിനെ കൊല്ലാത്ര എളുപ്പമല്ല, കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യ വൃന്ദ പതിവ്രതയായിട്ടുള്ളൊരു സ്ത്രീയാണ്. ഈ പാതിവൃത്യത്തിൻ്റെ ശക്തിയിലാണ് ഈ രാക്ഷസൻ ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ മഹർഷിമാർ പറഞ്ഞു, അങ്ങ് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്, അങ്ങ് തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അവസാനം മഹാവിഷ്ണു താൽക്കാലികമായിട്ട് ജലന്ധറിൻ്റെ വേഷം കെട്ടി വൃന്ദയുടെ അടുത്ത് വന്ന് വൃന്ദയുടെ പാതിവൃത്തി നശിപ്പിക്കുക. അപ്പം ഇത് വൃന്ദ അറിഞ്ഞു വരുമ്പോഴേക്കും മഹാവിഷ്ണു അവിടെ നിന്ന് പോയി ജലന്ധറെ കൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പം ഈ സത്യം അറിഞ്ഞപ്പോൾ അബദ്ധം മനസ്സിലാക്കി വൃന്ദ വാവിട്ട് കരയാണ്. അപ്പോൾ ചുറ്റുമുള്ളത് കാടല്ലേ, കുരങ്ങന്മാരുള്ളത് ചുറ്റും. ഈ കുരങ്ങന്മാരെ നോക്കി ഇങ്ങനെ വിലപിച്ചു. ആ വിലാപത്തിൻ്റെ അവസാനം മഹാവിഷ്ണുവിനെ ശപിക്കുക. നിന്റെ ഭാര്യയും ഇതുപോലെ അന്യനാൽ അപഹരിക്കപ്പെട്ട് നീ വാവിട്ട് കരഞ്ഞുകൊണ്ട് ഞാൻ ഈ കുരങ്ങന്മാരോട് കേണപേക്ഷിച്ച പോലെ നീയും കുരങ്ങന്മാരോട് കേണപേക്ഷിക്കുന്ന അവസ്ഥയുണ്ടാവും എന്നാണ് ശാപം. അപ്പോൾ മഹാവിഷ്ണു പിന്നീട് ശ്രീരാമനായിട്ട് ജന്മമെടുത്തപ്പോൾ സീതാദേവിയെ അപഹരിക്കപ്പെടുകയാണ്. എന്നിട്ട് കുരങ്ങന്മാരോടാണ് ശ്രീരാമൻ വിലപിക്കുന്നത്. അങ്ങനെയാണ് പിന്നെ സുഗ്രീവനെയും ഹനുമാനെയൊക്കെ മീറ്റ് ചെയ്യുന്നത്.
അപ്പോൾ ഈ വൃന്ദയുടെ ശാപം നടന്ന ആ സ്ഥലത്ത് ശ്രീരാമനും സീതയും ലക്ഷ്മണനും എത്തിയപ്പോഴാണ് ഈ സീതാദേവിയെ രാവണൻ കട്ടുകൊണ്ടുപോകുന്നത്. അപ്പം അതാണ് കാരണം. അപ്പോൾ നമ്മൾ ആദ്യം കാര്യം കാണുന്നു, അപ്പോൾ നമുക്ക് അസ്വസ്ഥത. അത് കഴിഞ്ഞ് കാരണം കാണുമ്പോൾ നമുക്ക് സമാധാനം. ഇതാണ് സവിതർക്ക സമാധി എന്ന് പറയുന്നത്. അപ്പോൾ നിർവിതർക്ക സമാധി എന്ന് പറഞ്ഞാലോ, ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും കാരണം നമ്മൾ കണ്ടുപിടിച്ച് കുറേ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായ എല്ലാ കാര്യങ്ങളും അതിന് കാരണം അപ്പുറത്തുണ്ടാവും. അതുകൊണ്ട് കാരണം അന്വേഷിക്കേണ്ട. എന്തെങ്കിലും കാരണം കണ്ട അതിൻ്റെ കാരണം അപ്പുറത്തുണ്ടാവും എന്ന് ഉറപ്പാണ്. തക്കതായ ഒരു കാരണം ഉണ്ടാവും. അപ്പോൾ കാരണം അന്വേഷിക്കേണ്ടാത്ത സ്ഥിതി വരും. അതിനെയാണ് നിർവിതർക്ക സമാധി എന്ന് പറയുന്നത്. ഇതാണ് സവിതർക്കം, നിർവിതർക്കം. അപ്പോൾ സവിതർക്കത്തിനേക്കാൾ മെച്ചപ്പെട്ടതാണ് നിർവിതർക്കം എന്ന്. ഇനി സവിചാര സമാധി, നിർവിചാര സമാധി. വാക്കിൽ തന്നെ ഉണ്ട്. അതായത് നമ്മൾ ധ്യാനത്തിലിരിക്കുന്നു, നമുക്ക് ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, വിചാരങ്ങൾ. ചിലപ്പോൾ നമ്മൾ ആലോചിക്കും ചിന്തകളുടെ ബാഹുല്യം കാരണം നമുക്ക് ധ്യാനിക്കാനേ പറ്റുന്നില്ല. ഇടയ്ക്ക് ചിന്തകൾ നിന്നുപോയി ആ ശൂന്യതയിൽ നമ്മൾ സമാധിയിൽ പോകണം. അപ്പോൾ ചിന്തകളോട് കൂടി തന്നെ സമാധി ഇടയ്ക്ക്. അതാണ് സവിചാര സമാധി, വിചാരത്തോടു കൂടിയ സമാധി അവസ്ഥ. ഇനി നിർവിചാര സമാധി എന്ന് പറഞ്ഞാലോ, ചിന്തകളൊന്നും, നമ്മൾ ധ്യാനത്തിലിരിക്കുന്നു, ചിന്തകളൊന്നും തന്നെ ഇല്ല. പക്ഷെ നമ്മൾ ഉറങ്ങല്ല, സുഷുപ്തിയിലല്ല, ബോധം ഉണർന്നിരിക്കുന്നു. അപ്പോൾ വിചാരങ്ങളില്ലാതെ ബോധം ഉണർന്നിരിക്കുന്ന അവസ്ഥ, അതാണ് നിർവിചാര സമാധി എന്ന് പറയുന്നത്. അപ്പോൾ സവിചാര സമാധിയേക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയാണ് നിർവിചാര സമാധി. പതഞ്ജലി മഹർഷി പറയുന്നത് ഈ നിർവിചാര സമാധി എന്ന് പറയുന്നത് പരിണാമത്തിൻ്റെ ബൗണ്ടറിയാണ്. അതിൻ്റെ അപ്പുറം കടന്ന് നമ്മൾ രക്ഷപ്പെട്ടു. ഇപ്പുറത്താണെങ്കിൽ ഈ ഭൗതികത്തിൻ്റെ ആഘാതം നമ്മൾ ഏൽക്കേണ്ടി വരുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് നിർവിചാര സമാധിയിൽ വിശാരദനായിട്ടുള്ള ഒരാൾക്ക് അധ്യാത്മപ്രസാദം എന്നുള്ള സിദ്ധി ലഭിക്കുന്ന അതിൻ്റെ ലക്ഷണങ്ങളും പതഞ്ജലി മഹർഷി പറയുന്നുണ്ട്. ഈ അധ്യാത്മപ്രസാദത്തിൻ്റെ ജ്ഞാനം, ആനന്ദം, നിർഭയത്വം, സ്വാതന്ത്ര്യം, സ്നേഹം, ഇതൊക്കെയാണ് നിർവിചാര സമാധിയുടെ ലക്ഷണങ്ങൾ. അതായത് അധ്യാത്മപ്രസാദം ഉള്ള അവസ്ഥ. ഇതാണ് സവിചാര സമാധി, നിർവിചാര സമാധി. ഇനി രണ്ടെണ്ണം കൂടി പറയേണ്ടത്. അതാണ് സവികൽപ്പ സമാധി, നിർവികൽപ്പ സമാധി. വികൽപ്പം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ശബ്ദം കേൾക്കുന്നു, അപ്പോൾ നമ്മുടെ ഉള്ളിൽ അതിനനുസരിച്ച് ഒരു രൂപം വരും, അതിനനുസരിച്ചൊരു ഭാവം വരും. ഉദാഹരണത്തിന് ആന എന്നുള്ളൊരു ശബ്ദം കേട്ടു നോക്കിയാൽ അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആനയുടെ രൂപം വരും. ആനയെ നമുക്ക് ഭയമാണെങ്കിലോ ഭയവും വരും അതിൻ്റെ ഒപ്പം. അപ്പോൾ ഒരു ശബ്ദം കേൾക്കുമ്പോൾ രൂപവും ഭാവവും എന്ന് പറഞ്ഞാൽ എന്താണ്? സൃഷ്ടിയാണ്. അതായത് ശബ്ദത്തിന് സൃഷ്ടി ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സൂക്ഷിച്ച് സംസാരിക്കണമെന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ ഓംകാരത്തിനാണ് സൃഷ്ടി ഉണ്ടായതെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ സവികൽപ്പ സമാധിയിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, നമ്മൾ ശബ്ദം കേട്ടു, ഒരു രൂപം ഉള്ളിലുണ്ടാവും, പക്ഷെ ഭാവം വരില്ല. ഭാവം എന്ന് പറഞ്ഞാൽ വൈകാരികതയാണ്. ഈ വൈകാരികതയാണ് മുദ്രകൾ ഉണ്ടാക്കുന്നത്, നമുക്കറിയാം. അപ്പോൾ മുദ്രകൾ ഉണ്ടാക്കാത്തൊരവസ്ഥയിലുള്ളത് ഇപ്പോൾ മെച്ചപ്പെട്ട ഒരു സമാധി അവസ്ഥയാണത്. അത് ഞാൻ പറഞ്ഞ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പുരോഗമിക്കുകയാണെന്നത്. അതായത് നിർവിചാര സമാധി എന്നാണ് നമ്മൾ സവികൽപ്പ സമാധിയിലേക്ക് വരുന്നത്. അപ്പോൾ ശബ്ദം കേട്ടു, രൂപം വരും, ഭാവമില്ല. അതാണ് സവികൽപ്പ സമാധി. നിർവികൽപ്പ സമാധിയിൽ ശബ്ദം കേട്ടു, രൂപം വരില്ല, ഭാവം വരില്ല. അതായത് രൂപവും ഭാവവും സൃഷ്ടിക്കുന്ന മനസ്സിൻ്റെ സ്വഭാവം മനസ്സ് അവസാനിപ്പിച്ചു. അതായത് മുദ്രകൾ ഉണ്ടാക്കുന്നേ ഇല്ല മനസ്സ്. അതാണ് നിർവികൽപ്പ സമാധി എന്ന് പറയുന്നത്.
ഈ നിർവികൽപ്പ സമാധി എന്നാണ് നമ്മൾ നിർബീജ സമാധിയിലേക്ക്, നമ്മൾ ആദ്യം പറഞ്ഞില്ലേ രണ്ടെണ്ണമായി തിരിച്ചില്ല, നിർബീജ സമാധിയിലേക്ക് നീങ്ങുന്നത്. അപ്പോൾ നിർബീജ സമാധി എന്ന് പറഞ്ഞാൽ സംസ്കാരങ്ങളുടെ ബീജമില്ല, നമ്മൾ സമാധി അവസ്ഥയിലേക്ക് പോകണം. ഇതാണ് 8 സമാധി അവസ്ഥകളെ കുറിച്ച് പതഞ്ജലി മഹർഷി പറയുന്നത്. അപ്പോൾ ഈ നിർബീജ സമാധിനെ നിർഗ്രന്ഥി എന്നും പറയും. ഗ്രന്ഥികളില്ലാത്ത അവസ്ഥ. ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹാർട്ട്ഫുൾനെസ്സിൽ പറയുന്ന ചക്രങ്ങളില്ല, അതിനാണ് ഗ്രന്ഥി എന്ന് പറയുന്നത്. അതില്ലാത്ത അവസ്ഥ, കാരണം അവിടെയാണ് സംസ്കാരങ്ങൾ അടിഞ്ഞുകൂടുന്നത്. അപ്പോൾ ഗ്രന്ഥിയില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സംസ്കാരങ്ങളുടെ ഭാണ്ഡമില്ലാത്ത ജന്മം എന്നാണ്. നമ്മൾ ജൈനമതത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള മഹാവീരനെ നിർഗ്രന്ഥി എന്നാണ് പറയാം. അതിൽ ബാബുജി മഹാരാജിന് നിർഗ്രന്ഥി എന്നാണ് പറയുന്നത്. അപ്പം ഈ നിർബീജ സമാധിയാണ് നിർഗ്രന്ഥി എന്ന് പറയുന്നത്. അപ്പം ഈ രീതിയിലാണ് സമാധിപാദത്തിൽ പതഞ്ജലി മഹർഷി ഇതിനെ വിശദീകരിക്കുന്നത്. ഇനി നമ്മൾ ഹാർട്ട്ഫുൾനെസ്സിലേക്ക് വന്നാൽ സ്ഥിതി അല്പം വ്യത്യസ്തമാണ്. അവിടെ സമാധി എന്ന് പറഞ്ഞാൽ ബോധത്തിൻ്റെ സമനില, സൃഷ്ടിക്ക് മുമ്പുണ്ടായിരുന്ന സന്തുലിതാവസ്ഥ, ശൂന്യത അല്ലെങ്കിൽ ഏകത്വം എന്നാണ് സമാധി. അർത്ഥം ഒരേമാതിരി. ഈ സമാധിയെക്കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ ആത്മാവിലുണ്ട്. ഈ സമാധി അവസ്ഥയിലേക്ക് മടങ്ങിപ്പോവാൻ നമ്മുടെ ആത്മാവ് ആഗ്രഹിക്കുന്നു. ഈ സമാധി അവസ്ഥയിലേക്ക് മടങ്ങിപ്പോകുന്നത് വരെ ആത്മാവ് അസ്വസ്ഥമായിരിക്കും. നമ്മുടെ ഭൗതിക ജീവിതത്തിൽ കാണുന്ന എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകൾക്കും കാരണം ഇതാണ്. ആത്മാവ് സമാധി അവസ്ഥയിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നു എന്നതാണ്. ഇനി ഈ സമാധി അവസ്ഥ നമ്മുടെ ഭൗതിക ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും ഒരേപോലെ നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും പ്രകടമാകുമ്പോൾ നമ്മൾ സന്തുഷ്ടരാകും. പരാജയത്തിൽ പോലും പരാജയത്തിൻ്റെ ആഘാതം നമ്മൾ അനുഭവിക്കില്ല. ഇതാണ് സമാധിയുടെ മുഖവുരയായിട്ട് ഹാർട്ട്ഫുൾനെസ്സിൽ പറയുന്നത്. ഇനി യോഗശാസ്ത്രത്തിലേക്ക് വന്നാൽ യോഗശാസ്ത്രങ്ങൾ അല്പം വ്യത്യസ്തമായിട്ടാണ്. യോഗശാസ്ത്രം തുടങ്ങുന്നത് തന്നെ സാധന ചതുഷ്ടയമാണ്. 4 സാധനകളാണ് തുടങ്ങുന്നത്. ചതുഷ്ടയം എന്ന് പറഞ്ഞാൽ 4, അതായത് വിവേകം, വൈരാഗ്യം, ഷഡ്സമ്പത്തി, മുമുക്ഷു. ഇതാണ് സാധന ചതുഷ്ടയം. വിവേകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബോധത്തിൻ്റെ ഉന്നതമായ അവസ്ഥ. വിവേകം, ധീ എന്ന് നമ്മൾ പറയില്ലേ ധ്യാനത്തിൽ, അതാണ് വിവേകം. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഈ ഉന്നതമായ വിവേകത്തിലേക്ക് പോകാൻ തടസ്സമായി നിൽക്കുന്ന നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആന്തരിക ഘടകങ്ങളോട് നമുക്ക് നിരാകരണം അല്ലെങ്കിൽ ദേഷ്യം അല്ലെങ്കിൽ വൈരാഗ്യം. പുറത്തല്ല, ഉള്ളിൽ തന്നെ നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവായിട്ടുള്ള സംഗതികളോട് നമുക്ക് എതിർപ്പ്. അതിനാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ വിവേകം, വൈരാഗ്യം. ഷഡ്സമ്പത്തി എന്ന് പറഞ്ഞാൽ ഈ വിവേകവും വൈരാഗ്യവും നിലനിർത്തുന്നതിന് അനുയോജ്യമായ മനോഭാവങ്ങളാണ് ഷഡ്സമ്പത്തി. 6 ശമം, ദമം, തിദിക്ഷ, ഉപരതി എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങും. നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഷഡ്സമ്പത്തി 6. അത് കഴിഞ്ഞാൽ മുമുക്ഷുത്വമാണ് 4ാമത്തെ സാധന ചതുഷ്ടയത്തിൽ 4ാമത്തെ. മുമുക്ഷു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയുള്ള അഭിവാഞ്ച അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹമാണ് മുമുക്ഷു എന്ന് പറയുന്നത്. അപ്പോൾ ഈ യോഗശാസ്ത്രങ്ങളിൽ മുമുക്ഷു എന്നുള്ള അവസ്ഥയ്ക്ക് ശേഷമാണ് നമ്മൾ യാഥാർത്ഥ്യത്തോട് അല്ലെങ്കിൽ സമാധിയോട് അടുക്കുന്നത്. 5ാമത്തെ സ്റ്റേജിലാണ് സമാധി വരുന്നത് അവിടെ. പക്ഷേ ഹാർട്ട്ഫുൾനെസ്സിൽ ആദ്യത്തെ സിറ്റിങ്ങിൽ തന്നെ ഈ സമാധി അവസ്ഥ നമുക്ക് അനുഭവപ്പെടും. അതായത് ഹാർട്ട്ഫുൾനെസ്സിൽ പരിശീലനത്തിലൂടെയാണ് നമ്മൾ മുമുക്ഷു എന്നുള്ള അവസ്ഥയിലേക്ക് പോകുന്നത്. മുമുക്ഷു എന്ന് പറഞ്ഞാൽ എന്താ? മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയുള്ള വ്യഗ്രതയാണ്. അത് തുടക്കത്തിൽ ഉണ്ടാവണമെന്നില്ല. സംപ്രേഷണത്തിലൂടെ പരിശീലനം ആരംഭിക്കുമ്പോഴാണ് നമ്മൾ പതുക്കെ മുമുക്ഷുവായിട്ട് മാറുന്നത്.
യോഗശാസ്ത്രത്തിൽ സാധനാ ചതുഷ്ടയത്തിന് ശേഷമാണ് സമാധിയിൽ വരുന്നത്. ഇതാണ് വ്യത്യാസം. ഇനി ഹാർട്ട്ഫുൾനെസ്സിൽ നമ്മളിതിനെ സഹജ സമാധി എന്നാണ് പറയുന്നത്. സഹജ സമാധി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായ സമാധി അവസ്ഥ, അതായത് ആത്മീയ വിശ്രാന്തി എന്ന് പറയാം, അല്ലെങ്കിൽ പരിശ്രമമില്ലാത്ത ശ്രദ്ധാകേന്ദ്രീകരണം എന്ന് നമുക്ക് പറയാം സഹജ സമാധിനെ. ഈ സഹജ സമാധിയാണ് നമ്മുടെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം. പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളും നിലനിൽക്കുന്നതിന് ഒരു അടിസ്ഥാനമുണ്ട്. മനുഷ്യൻ്റെ കാര്യത്തിൽ അവൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം സഹജ സമാധിയാണ്. അപ്പം ഈ സഹജ സമാധി എന്നുള്ള ബോധം നമ്മുടെ ഭൗതിക ജീവിതത്തിൽ പ്രകടമാക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ സാധനാ പദ്ധതികളും. ഇപ്പോൾ അഷ്ടാംഗ യോഗ പദ്ധതിയിൽ ആദ്യത്തെ 7 സ്റ്റെപ്പുകളും യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം വരെ എല്ലാ സാധനകളും ഈ സഹജ സമാധി നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ വൈകാരികത, അതുപോലെ നമ്മുടെ അനുഭൂതികൾ, ബാഹ്യലോകത്തോടുള്ള നമ്മുടെ പെരുമാറ്റ രീതി എല്ലാം നമ്മൾ ക്രമീകരിക്കുന്നത് ഈ സഹജ സമാധി നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എല്ലാ സാധനയും അതിന് വേണ്ടിയിട്ടാണ്. ഇനി പരിശുദ്ധമായ അവസ്ഥയിൽ സമാധി എന്ന് പറയുന്നത് ആത്യന്തികമായ അവസ്ഥയാണെങ്കിലും, അതായത് സഹജ സമാധി ആത്യന്തികമായ അവസ്ഥയാണെങ്കിലും, നമ്മൾ ഈ ആത്മീയ യാത്രയിൽ വ്യത്യസ്തമായ സമാധി അവസ്ഥകൾ അനുഭവപ്പെടുന്നു. അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പതഞ്ജലി മഹർഷി പറയുന്ന 8 സ്റ്റേജുകൾ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ എവിടെ നിൽക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അപ്പോൾ അനുഭവപ്പെടുന്ന സമാധി അവസ്ഥ. അതായത് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും നമ്മൾ ആത്യന്തികമായ സഹജ സമാധി അവസ്ഥയെ ദർശിക്കുന്നു. അപ്പോൾ നമുക്കുണ്ടാവുന്ന അവസ്ഥയാണ് അപ്പോഴത്തെ സമാധി. ഇത് ഓരോ വ്യക്തികൾക്കും വ്യത്യാസമുണ്ട്. ഒരേ വ്യക്തിക്ക് തന്നെ വ്യത്യസ്തമായ സമയങ്ങളിൽ സമാധി അവസ്ഥ വ്യത്യസ്തമാണ്. ഇനി ഹാർട്ട്ഫുൾനെസ്സിൽ പറയുന്ന ഓരോ ചക്രങ്ങളിലും നമ്മൾ പ്രവേശിക്കുന്ന രീതി അനുസരിച്ച് സമാധി വ്യത്യസ്തമാണ്. ഉദാഹരണത്തിന് നമ്മൾ അതിനെയാണ് നമ്മൾ സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം എന്ന് പറയുന്നത്. ഒന്നാമത്തെ ചക്രത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് അപ്പോൾ സാലോക്യം, ആ അവസ്ഥയിൽ സമാധി ഒരു പ്രത്യേക രീതിയിലാണ്. അതായത് നമ്മൾ ആ ചക്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു, സാമീപ്യം, അപ്പോൾ സമാധി വ്യത്യസ്തമാണ്. ഇനി ആ ചക്രവുമായിട്ട് നമ്മൾ താതാൽപ്യം പ്രാപിച്ചു, സാരൂപ്യം, അപ്പോഴും സമാധി വ്യത്യസ്തമാണ്. ഇനി ഒന്നാമത്തെ ചക്രത്തിൽ നമ്മൾ ലയിച്ചു, സായുജ്യം, അപ്പോഴും സമാധി അവസ്ഥ വ്യത്യസ്തമാണ്. അപ്പോൾ ഇനി ഇത് മനസ്സിലാക്കുന്നതിന് എളുപ്പത്തിനായിട്ട് രാജീതിനെ 3 സ്റ്റേജുകളായിട്ട് പറയും ഈ സഹജ സമാധി അവസ്ഥയെ. ഒന്നാമത്തെ അവസ്ഥയിൽ നമ്മൾ ഒരു സുഷുപ്തിയിൽ എന്ന പോലെ സമാധിയിൽ മുഴുകിപ്പോകും. നമ്മുടെ ചിന്തകളും അതുപോലെ നമ്മുടെ വൈകാരികതയും നമ്മുടെ ഇന്ദ്രിയങ്ങളും നമ്മുടെ അനുഭൂതികളും താൽക്കാലികമായി നിശ്ചലമാകും. നമ്മൾ ആഴത്തിൽ മുഴുകിപ്പോകും. നമുക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ അറിയുന്നില്ല. നമ്മൾ കണ്ണടച്ചു, നമ്മൾ സമാധിയിൽ പോയി, നമ്മളൊന്നും അറിയുന്നില്ല. അതായത് ധ്യാനത്തിലൂടെ നമുക്ക് ലഭിച്ച ബോധത്തിൻ്റെ അവസ്ഥ, അതിനെക്കുറിച്ചുള്ള അവബോധം യോജിച്ച രീതിയിൽ ആ അവബോധം മനസ്സിലാക്കുന്ന രീതിയിൽ
നമ്മുടെ ബോധം ശക്തി ആർജിച്ചിട്ടില്ല എന്നാണ് അത് കാണിക്കുന്നത്. അതായത് കുറച്ച് ആഴത്തിൽ പോകുമ്പോഴേക്കും നമ്മൾ അബോധാവസ്ഥയിലേക്ക് പോകുന്നു. ആ അവസ്ഥയിൽ നമുക്ക് ബോധം ഉണർന്നിരിക്കുന്നില്ല എന്നാണ്. അതാണ് ആദ്യത്തെ അവസ്ഥ. നമ്മൾ ആഴത്തിൽ സുഷുപ്തിയിൽ എന്ന പോലെ നമ്മൾ മുഴുകിപ്പോകും. രണ്ടാമത്തെ അവസ്ഥയിൽ ഇതുപോലെ നമ്മൾ സുഷുപ്തിയിൽ ആഴത്തിൽ മുഴുകിപ്പോകുന്നു, പക്ഷെ അല്പം അവബോധം ബാക്കി നിൽക്കും. ഒരു സ്വപ്നത്തിൽ എന്ന പോലെ സ്വപ്നാവസ്ഥയിൽ അല്പം അവബോധം ബാക്കി നിൽക്കും. നമ്മൾ അബോധാവസ്ഥയിൽ സ്വല്പം അവബോധം നിലനിൽക്കുന്ന പോലെ. നമ്മളിപ്പോൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക എന്നൊക്കെയാണ്. ചില സമയത്ത് സ്വപ്നം കാണുക എന്നുള്ളൊരു അവബോധം ബാക്കി നിൽക്കുന്ന പോലെ. ബാബുജി മഹാരാജ് നമുക്ക് മനസ്സിലാവാൻ എങ്ങനെ പറയാന്ന് വെച്ചാൽ, ആഴത്തിൽ എന്തോ ചിന്തിച്ചുകൊണ്ട് ചിന്തയിൽ മുഴുകിയിരിക്കുന്ന ഒരാള് റോഡിലൂടെ നടന്നു പോകുന്ന പോലെ. എന്തോ ചിന്തയിൽ മുഴുകിയതുകൊണ്ട് അദ്ദേഹത്തിന് പരിസരബോധമില്ല. പക്ഷേ വഴിയിലുള്ള മരത്തിലോ തൂണിലോ ഒന്നും പോയി ഇടിക്കുന്നില്ല, വഴി തെറ്റുന്നില്ല. ദൈനംദിന ജീവിതത്തിലെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, പക്ഷെ ആ ചെയ്യുന്നു എന്നുള്ള ബോധമില്ല. ഇതാണ് അവസ്ഥ. അതായത് സ്വപ്നാവസ്ഥയിൽ അല്പം അവബോധം ബാക്കി നിൽക്കുന്ന അവസ്ഥ. ഈ അവസ്ഥയിൽ ചെറിയ രീതിയിൽ നമ്മളിൽ സംസ്കാരങ്ങൾ രൂപപ്പെടും. ഇതാണ് രണ്ടാമത്തെ അവസ്ഥ. മൂന്നാമത്തെയും അവസാനത്തെയും അവസ്ഥയാണ് സഹജ സമാധി. അതിനെ നമ്മൾ തുരീയാതീതമായ അവസ്ഥ എന്ന് പറയും. അതിൽ സൂക്ഷ്മമായ അവസ്ഥയിൽ നമ്മളുടെ ബോധം ആഴത്തിൽ മുഴുകിയിരിക്കുന്നു. അതോടൊപ്പം ദൈനംദിന ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും കർമ്മകൗശലത്തോടെ നമ്മൾ ഭംഗിയായി നമ്മുടെ ഉത്തരവാദിത്തങ്ങളും കടമകളും നിർവഹിക്കുന്നു. അപ്പോൾ ബോധമനസ്സ് എല്ലാ കാര്യങ്ങളും മനോഹരമായി നിർവഹിക്കുന്നു. ഉപബോധ മനസ്സ് ദിവ്യാവസ്ഥയിൽ മുഴുകിയിരിക്കുന്നു. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നമ്മുടെ ബോധത്തിൻ്റെ കേന്ദ്രത്തിലാണ്. എന്നാൽ ബാഹ്യമായിട്ട് നമ്മൾ കർമ്മകൗശലം പ്രകടമാകുന്നു. അതായത് യോഗം കർമ്മസു കൗശലം എന്നുള്ള നിർവചനം ഇവിടെ പരിപൂർണമാവുന്നു. യോഗയുടെ അനന്തരഫലം കർമ്മകൗശലമാണ്, എഫിഷ്യൻസി ഇൻ വർക്ക് എന്നുള്ളത് നമുക്ക് പ്രകടമായി അറിയാവുന്ന ഒരവസ്ഥയാണ് സഹജ സമാധി എന്ന് പറയുന്നത്. 360 ഡിഗ്രി അവയർനെസ് ദാജി പറയും. നമ്മളെ കണ്ണ് തുറന്നിരിക്കുന്നു. ആഴത്തിൽ ബോധം ഹൃദയത്തിൻ്റെ അടിത്തറയിലാണ്. അവിടെ നമ്മൾ സംപ്രേഷണവുമായി സംസർഗത്തിലാണ് എപ്പോഴും. എന്നാൽ ബാഹ്യമായി എല്ലാ ഉത്തരവാദിത്തങ്ങളും കടമകളും കർമ്മകൗശലത്തോടെ നിർവഹിക്കും. നിരന്തര സ്മരണയിലൂടെ ഈ അവസ്ഥ ശക്തമായ രീതിയിൽ പ്രകടമാകുമ്പോൾ ഈ അവസ്ഥ സ്ഥിരമാകുന്നു. ഇതിനെയാണ് നമ്മൾ സഹജ സമാധി അല്ലെങ്കിൽ തുരീയാതീതമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. എന്താണ്? വളരെ ലളിതമായ ഹാർട്ട്ഫുൾനെസ് പരിശീലന പദ്ധതി, അതായത് ധ്യാനം, ശുദ്ധീകരണം, പ്രാർത്ഥന എല്ലാം ആത്മാർത്ഥതയോടുകൂടി പരിശീലിക്കുക. അതോടൊപ്പം സ്വഭാവ രൂപീകരണത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധ വയ്ക്കണം. എന്താണ് സ്വഭാവരൂപം എന്ന് പറഞ്ഞാൽ? നമ്മുടെ മനോഭാവം, പെരുമാറ്റ രീതി, ലക്ഷ്യബോധം. ഇതിലെല്ലാത്തിലും നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഘടകം കണ്ടുപിടിച്ച് അതിൽ വ്യാപരിക്കണം. ഉദാഹരണത്തിന്, എല്ലാ സാഹചര്യത്തിലും പോസിറ്റീവായിട്ടുള്ള മനോഭാവം നമ്മൾ നിലനിർത്തണം. എല്ലാ സാഹചര്യത്തിലും നമ്മളുടെ പെരുമാറ്റ രീതി മൃദുവായതും സ്നേഹത്തോടെയും വിനയത്തോടും കൂടിയായിരിക്കണം. എപ്പോഴും നമ്മുടെ ലക്ഷ്യബോധം ഈശ്വര സാക്ഷാത്കാരം അല്ലെങ്കിൽ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള വ്യഗ്രതയായിരിക്കും. അതാണ് സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്വഭാവ രൂപീകരണത്തിലുള്ള ശ്രദ്ധ ലളിതമായ സാധന പരിശീലന പദ്ധതി
ഹാർട്ട്ഫുൾനെസ്സിൻ്റെ. ബാക്കിയെല്ലാം സ്വാഭാവികമാണ്. ഇതാണ് സഹജ സമാധി അല്ലെങ്കിൽ തുരീയാതീതമായ അവസ്ഥ. താങ്ക് യു. നമസ്കാരം. വളരെയധികം നന്ദി മോനേട്ട. സമാധിയുടെ എത്രയോ വ്യത്യസ്ത തലങ്ങളെ കുറിച്ചാണ് സംസാരിച്ചത്. അവസാനം സഹജ സമാധിയിൽ കൊണ്ട് നിർത്തിയത് അതാണ് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം എന്നും തോന്നുന്നു. അതിനുള്ള വഴിയും പറഞ്ഞു തന്നു എല്ലാവർക്കും. എന്തായാലും ഈ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി നമ്മൾ അടുത്ത സത്സംഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നാളെ ലോക ധ്യാന ദിനം അല്ലെങ്കിൽ വേൾഡ് മെഡിറ്റേഷൻ ഡേ ആണ്. എല്ലാവർക്കും അറിയാവുകയായിരിക്കും. രാത്രി ഇന്ത്യൻ സമയം രാത്രി 8 മണിക്ക് നമ്മൾ ദാജിയോടൊപ്പം ലൈവായിട്ട് ദശലക്ഷക്കണക്കിന് ആളുകളാണ് ധ്യാനിക്കാൻ പോകുന്നത്. അതിൽ എല്ലാവരും മാക്സിമം ആളുകളെ പങ്കെടുപ്പിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നത് അതിൻ്റെ ലിങ്കുകളും എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ടാവും. എന്തായാലും ഇതൊരു നാഴികക്കല്ലാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇത്രയധികം ആളുകൾ ഒരേ സമയം ധ്യാനിക്കുമ്പോൾ അതുണ്ടാക്കുന്ന അനുരണനങ്ങൾ എന്തായിരിക്കുമെന്ന് ശരിക്കും പറഞ്ഞാൽ പ്രവചനാതീതം തന്നെയാണ്. നമ്മുടെ ഈ പല രീതിയിലും കലുഷിതമായ ഈ ലോകത്ത് ലോക സമാധാനത്തിനായുള്ള ഈ ഒരു സംരംഭം ഇതിൽ പങ്കെടുക്കാൻ സാധിക്കുക എന്നുള്ളത് തന്നെ നമ്മളെ സംബന്ധിച്ച് വളരെയധികം ഒരു എന്താ പറയുക, ഇതൊരു ഒരു നാഴികക്കല്ല് തന്നെയാണ്, ഒരു മഹാസംഭവം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു സ്കെയിലിൽ ഒരു ധ്യാനം നടക്കുന്നത്. അപ്പോൾ ഇതിനായി എല്ലാവരും കാത്തിരിക്കുക, പങ്കെടുക്കുക. ഓക്കെ, ഇനി അടുത്ത ധ്യാനത്തിലേക്ക് കിടക്കാം. ഇന്നത്തെ സത്സംഗത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ധ്യാനിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഒരിക്കൽ കൂടി പറയാം. സ്വസ്ഥമായിരുന്ന് കണ്ണുകളടച്ച് എൻ്റെ ഉള്ളിൽ ദിവ്യപ്രകാശത്തിൻ്റെ ഒരു സ്രോതസ് ഉണ്ടെന്നും അത് എൻ്റെ ശ്രദ്ധ ഉള്ളിലേക്ക് ആകർഷിക്കുന്നുവെന്നും സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ധ്യാനം ആരംഭിക്കുന്നു. ആ സമയത്ത് മറ്റു ചിന്തകൾ വരികയാണെങ്കിൽ സ്വയം ഓർമ്മിപ്പിക്കുക, ഞാൻ എൻ്റെ ഹൃദയത്തിലെ ദിവ്യപ്രകാശത്തിൻ്റെ സ്രോതസ്സിൽ ധ്യാനിക്കുകയാണ്. ഉള്ളിൽ സ്നേഹഭാവവും സാക്ഷിഭാവവും കാത്തു സൂക്ഷിക്കുക. അതിനുശേഷം 9 മണി മുതൽ സാർവലൗകിക പ്രാർത്ഥന. എല്ലാവരിലും സ്നേഹവും ഭക്തിയും വിശ്വാസവും സാഹോദര്യവും നിറയുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ 15 മിനിറ്റ് ധ്യാനിക്കുന്നു. ഓക്കെ, അപ്പോൾ നാളെ ഡിസംബർ 21 ഹാർട്ട്ഫുൾനെസ് ഒരു പുതിയ ചരിത്രം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ ഓൺലൈനിൽ ഒരുമിച്ചിരുന്ന് ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ഗ്ലോബൽ ഗൈഡ് ദാജിയോടൊപ്പം ധ്യാനിക്കുക. ഇതൊരു ചരിത്ര സംഭവമാക്കാൻ എല്ലാ ആത്മീയ അന്വേഷകരെയും ഒരിക്കൽ കൂടി ഡിസംബർ 21 8 മണിക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് 9 മണി വരെ ധ്യാനിക്കാം. 9 മുതൽ 9:15 വരെ സാർവലൗകിക പ്രാർത്ഥന. ഈ സമയത്ത് നമ്മൾ യൂട്യൂബ് ഡിസ്കണക്ട് ചെയ്യാണ്. താങ്ക് യു. നമസ്കാരം.